ഓട്ടോക്കാരൻ്റെ അച്ചായത്തിപ്പെണ്ണ് ഭാഗം 7. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഇതാര്? എമിയോ? വരുന്ന കാര്യമൊന്നും അറിയിച്ചു പോലും ഇല്ലല്ലോ കൊച്ചെ. എമിയെ കണ്ടയുടനെ ഐസക് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ വാങ്ങിപ്പിടിച്ചു. ശേഷം പെണ്ണിനെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. രഞ്ജന നോട്ടം അത്ര ദഹിച്ചില്ലെങ്കിലും അത് കാണാത്ത പോലെ അവൻ നടിച്ചു. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. അയാളുടെ നേരെ നോക്കി ചിരിച്ചവൾ. ഐസക്കിൻ്റെ വരണ്ട ചുണ്ടുകളിൽ അവൻ നാവിലൊട്ടി നനച്ചു. അച്ചോടാ കുഞ്ഞാവേ, എന്ത് ക്യൂട്ടാ നിന്നെ കാണാൻ. പൊടിയുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അയാൾ കൊഞ്ചിച്ചു. അമ്മയെവിടെ? ഐസക്കിൻ്റെ കൊഞ്ചിക്കൽ അസഹ്യമായി തോന്നിയപ്പോൾ എമി ചോദിച്ചു. അമ്മേ? അയാൾ മുകളിലത്തെ നിലയിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. എന്താടാ? നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുകളിലത്തെ പടിയിൽ നിന്നും ചോദ്യം വന്നു. ആരാ വന്നേന്ന് നോക്കിയേ. താഴേക്കിറങ്ങി വരുന്ന മേരിക്കുട്ടിയോട് അയാൾ കണ്ണുകൊണ്ട് എമിയെ നോക്കാൻ ആംഗ്യം കാട്ടി. മോളൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. പറഞ്ഞുകൊണ്ട് അവസാന പടിയിറങ്ങിയവർ എമിക്ക് നേരെ നടന്നു. ഐസക്കിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മുത്തം കൊടുക്കാനും മേരിക്കുട്ടി മറന്നിരുന്നില്ല. വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കുമോനെ. രഞ്ജന മുൻപിൽ തികഞ്ഞൊരു അഭിനേത്രിയായി അവർ പൊടുന്നനെ മാറി. കുഴപ്പമില്ല ആൻറ്റി, ഇരിക്കാനൊന്നും എനിക്കിപ്പോൾ സമയമില്ല. ഇനിയൊരു വട്ടം വരുമ്പോൾ ആയിക്കോട്ടെ. അവനും ഭവ്യത അഭിനയിച്ചു. സേവിയർ മോനിപ്പോൾ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവനിപ്പോൾ ഇവിടെ കാണില്ലായിരുന്നോ? ശാസനയോടുകൂടി എമിയെ ഒന്ന് നോക്കിയവർ. ഇനി ഞങ്ങൾ വരുമെന്ന് ഇച്ചായനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അമ്മേ. ഓർത്ത് കാണില്ലായിരിക്കും. അവൾ മറുപടി കൊടുത്തു. ആയിരിക്കും. ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ അവൻ മറന്നു കാണും. അവർ രഞ്ജന നേർക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഇനി ഒരിക്കൽ വരാം. എമിയെയും കുഞ്ഞിനെയും വിട്ടുപോകുവാനുള്ള സങ്കടം മനസ്സിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതെന്നാ പറച്ചില്ല. ഈ വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുന്നത് മര്യാദയല്ല കേട്ടോ. മേരിക്കുട്ടിയുടെ പരിഭവം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ വിറഞ്ഞു വന്നുവെങ്കിലും രഞ്ജൻ അത് ഭംഗിയായി ഒളിപ്പിച്ചു. ഇനി സമയമുണ്ടല്ലോ, വരാം. മേരിക്കുട്ടിയോടായി അത്രയും പറഞ്ഞിട്ട് പൊടിയെ നോക്കി രഞ്ജൻ കണ്ണു നിറച്ചു. എങ്കിൽ അങ്ങനെയാവട്ടെ. ഐസക് അവനെ പറഞ്ഞു വിടാൻ തിടുക്കം കൂട്ടി. കയ്യിലിരുന്ന കുഞ്ഞിനെ എമിക്ക് അയാൾ കൈമാറി. പോട്ടടി, പൊടിയെ നോക്കിക്കോണേ. കുഞ്ഞിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവൻ എമിക്ക് താക്കീത് നൽകി. അവളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വീട്ടിൽ ചെന്ന് കയറിയ അന്ന് തൊട്ട് ഈ നിമിഷം വരെ തൻ്റെ നിഴലായി എന്തിനും ഏതിനും കൂടെയുള്ളവനാണ്. രഞ്ജേട്ടൻ പോന്നുവെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചൊക്കെ വല്ലാതെ പിടയുന്നുണ്ട്. പക്ഷെ വന്ന കാര്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. താമസിക്കാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അധിക സമയം താൻ എടുക്കരുത്. പൊടിമോളെ, അമ്മയെ വിഷമിപ്പിക്കാതെ നോക്കണേടി. എമിയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ അവൻ വീണ്ടും വീണ്ടും ചുണ്ടുകൾ പതിപ്പിച്ചു. തൻ്റെ പ്രണയത്തെയും പ്രാണനായ പൊണിയെയും അവിടെ തനിച്ചാക്കി പോകുന്നതോർത്തിട്ട് കരൾ പിടയുന്നുണ്ടായിരുന്നെങ്കിലും ശുഭകാര്യം സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. പോകുന്ന വഴിയിൽ പല പ്രാവശ്യം അവൻ തിരിഞ്ഞു നോക്കി. കണ്ണ് നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന എമിയെയാണ് രഞ്ജനപ്പോൾ കാണാനായത്. ആകപ്പാടെയൊന്ന് കൊഴുത്തല്ല പെണ്ണെ നീയെ. കുഞ്ഞിനെ ഉറക്കി കട്ടിലിൽ കിടത്തി 2 തലയണ ഇരുവശങ്ങളിലേക്കും വെച്ചിട്ട് തിരിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എമി. പിന്നിൽ നിന്ന് ഐസക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേഹം ആകെ പുഴുവരിക്കുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ പുഞ്ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അല്ലെങ്കിൽ തന്നെ സ്വന്തം കൊച്ചിനെ, അപ്പനെ എത്ര കാലം ഒരമ്മയ്ക്ക് മാറ്റി നിർത്താൻ പറ്റും? അല്ലേടി കൊച്ചേ. അടുത്തേക്ക് ചെന്ന് ചൂണ്ടുവിരലിനാൽ അവളുടെ മുഖമാകെ വരച്ചുകൊണ്ടിരുന്നയാൾ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പെണ്ണ് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? നീ ഒന്ന് കണ്ണടച്ചാൽ നമുക്കിങ്ങനെയൊക്കെ അങ്ങ് പോകാം. ആരും ഒന്നും അറിയില്ല. നിനക്കും എനിക്ക് അതല്ലേ നല്ലത്. അമ്മ പോലും ഒന്നും പറയില്ലെന്നേ. ഒരു ചിരിയോടെ എമിയെ ഇറുക്ക പിടിച്ചയാൾ. ഐസക്കിൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിൻ്റെ അളവുകൾ അറിഞ്ഞു. എല്ലാം എൻ്റെ ഇച്ചായൻ്റെ ഇഷ്ടം. എമി അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ബുദ്ധിയുണ്ട് പെണ്ണെ. ഞാൻ കരുതി പണ്ടത്തേതുപോലെ നീ ഇപ്പോഴും എന്നെ അകറ്റി നിർത്തുവെന്ന്. ചുണ്ടുകളിൽ അമരാൻ വന്ന ചൊടികളെ ഒരു വിരലാൽ തടഞ്ഞു വെച്ചവൾ. ഇപ്പോൾ വേണ്ട ഐസക്കിച്ചായ, താഴെ എല്ലാവരും ഉണ്ട്. അതുമാത്രമല്ല,
സേവ്യറിച്ചാൻ ഊണ് കഴിക്കാൻ വരുന്ന സമയമായിപ്പോൾ. ഇത്തിരി കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? അയാളുടെ താടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് എമി കെഞ്ചി. ഇനിയും വയ്യ പെണ്ണെ, എത്ര നാളായി നിന്നെ എൻ്റെ കയ്യിലിങ്ങനെ കിട്ടിയിട്ട്. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ അയാൾ പുലമ്പുവാനായി തുടങ്ങി. ഇച്ചായ. അവൾ കുറുകിക്കൊണ്ട് ഐസക്കിൽ നിന്ന് അതിവിഗദ്ധമായി തെന്നി മാറി. എന്താടി? അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഈർഷ്യ അയാളിൽ നിറഞ്ഞു. രാത്രി വരാന്നേ. കണ്ണുകളിൽ കത്തിച്ചുകൊണ്ട് അവളൊന്ന് ഇളകി നിന്നു. വരുവോ? വീണ്ടും ഐസക്കിൻ്റെ മുഖത്ത് സംശയം പടർന്നു. കാരണം എമിയിൽ നിന്ന് ഇത്തരമൊരു സമീപനം ആദ്യമായിട്ടായിരുന്നു. പലപ്പോഴും സേവ്യറില്ലാത്ത നേരത്ത് അവളെ പെടുത്തിയിട്ടുള്ള താൻ പല പ്രാവശ്യം കാലു പിടിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടും എമിയൻ ആസ്വദിക്കാൻ രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വരാതെ പിന്നെ? നിങ്ങളുടെ ചേട്ടന് വയസ്സും പ്രായമൊക്കെ ആയില്ലേ? എനിക്കെന്ന് നിങ്ങൾ മതിയെന്നേ. അയാളുടെ മനസ്സ് നിറയ്ക്കാനുള്ളതായിരുന്നു ആ മറുപടി. എമിയെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം കാറ്റിൽ പറപ്പിക്കാൻ പോന്നത്. അത് മതി പെണ്ണെ. കിളന്ത് പെണ്ണിന് തനിക്ക് സ്വന്തം ആകുമല്ല എന്ന മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ഐസക്ക് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയത്. അതേസമയം തൻ്റെ പ്രതികാരത്തിൻ്റെ ആദ്യ പടി വിജയിച്ചെന്നുള്ള രീതിയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയായിരുന്നു എമി അപ്പോൾ. അടുക്കളയിലെ മുഴുവൻ പണികളും പഴയതുപോലെ ചെയ്തതിന് ശേഷമാണ് എമിയൊന്ന് മുകളിലേക്ക് കയറിപ്പോയത് തന്നെ. മുറിക്കുള്ളിലേക്ക് കയറിയതും ആദ്യം നോക്കിയത് ഉറങ്ങിക്കിടക്കുന്ന പൊടിയാണ്. പതിയെ കാലുകൾ വെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അവൾ വാഷ്റൂമിലേക്ക് കയറി. ഒന്ന് ദേഹം കഴുകി തിരിച്ചിറങ്ങിയപ്പോഴേക്കും കേട്ടു മുറിയിൽ ആരുടെയോ പെറുപിറുക്കലുകൾ. ഒരിക്കൽ പേടിയോടെ കേട്ടുകൊണ്ടിരുന്ന ഒരുവൻ്റെ ശബ്ദം. സേവ്യറിച്ചായൻ. അവൾ ചുണ്ടുകൾക്കിടയിൽ ആ പേരിനെ ബന്ധിച്ചു കളഞ്ഞു. അയാളുടെ മുൻപിലേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ആഹാരം കഴിക്കാൻ ഉച്ചയ്ക്ക് വന്നാൽ പോലും വേഗം വിളമ്പി വെച്ചിട്ട് അകന്നു മാറി നിൽക്കും. നിവർത്തികേടുകൊണ്ടാണ് രാത്രിയിൽ സ്വന്തം മുറിയിലേക്ക് പോകുന്നത് തന്നെ. കട്ടിൽ നാഴെ ഭീതിയോടെ പായ വിരിച്ചു കിടക്കുമ്പോൾ ഉറങ്ങാനാവാതെ പല രാത്രികളും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ബോധമില്ലാതെ വരുമ്പോൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച രാത്രികൾ ഏറെയാണ്. ഗർഭിണി എന്ന പരിഗണന പോലും തരാതെ ഇരയാകേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഊഹിക്കുന്നതിലപ്പുറമാണ്. സമ്മതിക്കാതെ വരുമ്പോൾ ശാരീരികങ്ങൾ വേറെയും. ഒട്ടും വയ്യാതെ വരുമ്പോൾ നിറവയറും താങ്ങി പിടിച്ചുകൊണ്ട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് തന്നെയൊന്ന് വെറുതെ വിടാൻ. അപ്പോഴൊക്കെ പതിവിലും കൂടുതലാണ് നേരിടേണ്ടി വരുന്നിട്ടുള്ളത്. ഒടുവിൽ സഹിക്ക വയ്യാതെ ആയപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് ഒളിച്ചോടി പോകേണ്ട ദയനീയമായ അവസ്ഥ വന്നത്. അതും ചെയ്യുവാൻ പേടിയായിരുന്നത് കൊണ്ട് മാത്രം. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അത്രമേൽ നെഞ്ചിലേറ്റിയത് കൊണ്ട് മാത്രം. ഓരോരോ ചിന്തയാൽ ബാത്റൂമിൻ്റെ വാതിൽ ചാരി അവൾ മുറിയിലേക്കിറങ്ങി. നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് നേർക്ക് നോക്കി പെറുപിറുക്കുന്ന സ്വന്തം ഭർത്താവിനെ. പൊടിയെ കട്ടിലിൽ കിടത്തിയത് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും. അതാവും ഈ പെറുപിറുക്കലിൻ്റെ കാരണം. അവൾ മനസ്സിലോർത്തു. നീ എപ്പോൾ വന്നു? ബാത്റൂമിൻ്റെ വാതിലടയുന്ന ശബ്ദം കേട്ടിട്ടാവണം ആള് തൻ്റെ നേർക്ക് ഉറ്റുനോക്കിയത്. രാവിലെ 10 കഴിഞ്ഞു. ഉള്ളിലാകെ ദേഷ്യം നുരഞ്ഞു പൊങ്ങിയെങ്കിലും കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ അതിനെ നിയന്ത്രിച്ചു. എന്നിട്ടെന്തേ എന്നെ വിളിച്ചു പറഞ്ഞില്ല? ഉടനടി ചോദ്യവും വന്നു. പതിവില്ലാത്തതായിരുന്നു ആ ചോദ്യം. അത് പിന്നെ പറയാൻ അപ്പോഴെനിക്ക് സാധിച്ചില്ല. വാക്കുകൾ പെറുക്കി ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. എത്രയൊക്കെ ധൈര്യത്തോടെ ജീവിതത്തെ നേരിടണമെന്ന് വിചാരിച്ചാലും ആളുടെ ഒരു നോട്ടത്തിൽ അപലയാകുന്നത് പോലെ ഒരു തോന്നൽ. അതെന്താ സാധിക്കാതിരുന്നത്? അയാളുടെ മുഴക്കമുള്ള ശബ്ദം കേട്ട് കുഞ്ഞ് ഞെട്ടി ഉണരുമോ എന്ന് പോലും എനിക്ക് പേടി തോന്നി. അത് പിന്നെ എനിക്ക് ഇച്ചായൻ്റെ നമ്പർ അറിയില്ലായിരുന്നു. സ്വന്തം ഹൃദയമിടിപ്പ് പോലും അവൾക്ക് കേൾക്കാനായി. പറഞ്ഞത് മനസ്സിലായതുകൊണ്ടോ എന്തോ പിന്നീടൊരു ചോദ്യം ഉയർന്നില്ല. ആള് പൊടിയൊന്ന് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടു. ശേഷം ഷർട്ട് ഒരു കട്ടിലിലേക്കായി ഊരി എറിഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് കടന്നു. അയാൾ അടുത്തുകൂടി പോയപ്പോൾ രൂക്ഷമായ ഗന്ധം എമിയുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി. ഓക്കാനിക്കാൻ തോന്നിയപ്പോൾ വാ പൊത്തിപ്പിടിച്ച് മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി നിന്നു കുറച്ചു നേരം അവൾ. നിമിഷങ്ങൾ കടന്നുപോയപ്പോൾ അകത്തു നിന്നും കുഞ്ഞിൻ്റെ ശബ്ദം എമി കേട്ടു. ഉള്ളിലേക്ക് ചെന്ന് കയറി നോക്കുമ്പോൾ മൂത്രം ഒഴിച്ച് മൊത്തത്തിൽ നനഞ്ഞു കുളിഞ്ഞ് ഉറക്കം തെളിഞ്ഞു കിടക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അമ്മയുടെ കുഞ്ഞാവ് ഇച്ചിമുള്ളിയോ?
പൊടിയെ വാരിയെടുത്ത് ഇട്ടിരിക്കുന്ന ഉടുപ്പ് മാറ്റിക്കൊടുത്തു. ഒരു കൈയിൽ അവളെ പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ കട്ടിലിലെ വിരി മാറ്റി വേറെ വിരിച്ചു. ചോറ് വിളമ്പി വെക്ക്. വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സേവ്യറിൻ്റെ ആജ്ഞ അവളെ ചേടിയെത്തി. കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എമ്മി അടുക്കള ലക്ഷ്യമാക്കി താഴേക്ക് നടന്നു. വിളമ്പി കഴിച്ചോളൂ. ഡൈനിങ് ടേബിളിന് മുൻപിലിരിക്കുന്ന സേവ്യറിനോടായി അവൾ ഭവ്യതയോടെ പറഞ്ഞു. അവളുടെ നേർക്കൊരു നോട്ടം എറിഞ്ഞുകൊണ്ട് അയാൾ അത് വലിയ ഉരുളകളാക്കി വായിലേക്ക് തള്ളിക്കയറ്റി. കഴിക്കുമ്പോൾ മേശയുടെ മുകളിലേക്ക് ചിതറിത്തെറിച്ച് വീഴുന്ന ചോറിൻ്റെയും കറിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടു നിൽക്കുന്നവരെ വെറുപ്പുളവാക്കിക്കുവാൻ പാകത്തിലുള്ളതായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഏമ്പക്കവും വിട്ട് അവിടെ ഇരുന്ന ഗ്ലാസ് ബോട്ടിലിലെ വെള്ളമെടുത്ത് തൊണ്ടയിലേക്ക് കമഴ്ത്തി അയാൾ. കൈയും കഴുകി അവിടെ നിന്നും പോകുന്നതിന് മുൻപായി ഒരിക്കൽ കൂടി തിരിഞ്ഞു നിന്നുകൊണ്ട് എമിയെ അയാൾ ഉറ്റുനോക്കി. എന്താ ഇച്ചായ? സംസാരത്തിൽ പരമാവധി സ്നേഹം വാരി വിതറുവാനായി അവളും ശ്രമിച്ചു. കൊച്ചിനെ അവിടെ എങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ട് നീ പെട്ടെന്ന് മുകളിലേക്ക് വാ. ഒരു നിമിഷം പെണ്ണിൻ്റെ നെഞ്ചിൽ കൊള്ളിയാൻ പാഞ്ഞു. ശരീരത്തിൻ്റെ വിറയിൽ കയ്യിലിരുന്ന കുഞ്ഞിലേക്കും വ്യാപിച്ചു. ഭൂതകാലത്തിൻ്റെ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളുടെ തലച്ചോറിനുള്ളിലേക്ക് മുരണ്ടുകൊണ്ട് കയറിയെന്നു. എമിക്കവയെല്ലാം ആട്ടി ഓടിക്കണമെന്ന് തോന്നിയെങ്കിലും വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ ആ സമയം അവളെ പൊതിഞ്ഞു. നിന്നോടാ പറഞ്ഞത്, വേഗം അങ്ങോട്ടേക്ക് വന്നേക്കണം. ഒരു വട്ടം കൂടി താക്കീത് നൽകി സേവ്യ പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് എമ്മി ഭീതിയോടെ നോക്കി നിന്നു. മോളെ, കൊച്ചിനെങ്ങിതാ, വല്യ സാർ വിളിക്കുന്ന കേട്ടില്ലേ? വീട്ടിലെ പണിക്കാരിയാണ് ത്രേസ്യാമ്മ. വർഷങ്ങളായി ആലങ്കക്കാരുടെ വീട്ടിൽ പണി ചെയ്യുന്ന ആളെന്ന നിലയിൽ അവർക്ക് ആ വീട്ടിൽ തന്നെക്കാട്ടിൽ ഉയർന്ന സ്ഥാനമുണ്ട്. സൂക്ഷിക്കണേ. ശ്രദ്ധയോടെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഞാനും 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാ പെണ്ണെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കേണ്ടത് നീ എന്നെ പഠിപ്പിക്കണ്ട. അവൾ ചൂളിപ്പോയി. ആലിങ്കലെ മൂത്ത മരുമകളായിട്ടും വേലക്കാരിയിൽ നിന്നു പോലും ഇത്തിരി സ്നേഹമോ കരുതലോ കിട്ടുന്നില്ല എന്നോർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു പോയിരുന്നു. പൊടുന്നനെ എന്തുകൊണ്ടോ രഞ്ജനെ അവൾക്ക് ഓർമ്മ വന്നു. കരുതലോടെയുള്ള ഏട്ടൻ്റെ വാക്കുകൾ വല്ലാത്തൊരു ഉന്മേഷം തരുന്നത് പോലെ. അപ്പോൾ വരെയുള്ള മനസ്സിൻ്റെ കാർമേഘം നൊടിയിടയിൽ മാഞ്ഞു പോയതുപോലെ. ആലിങ്കലെ പേരക്കുട്ടിയാണ്, സൂക്ഷിച്ചു നോക്കിക്കോണം. അറിയാതെ തന്നെ അവളുടെ നാവിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് ചിതറിത്തെറിച്ചു. ത്രേസ്യാമ്മ ഒന്ന് ഞെട്ടിയോ എന്തോ. സമ്മതത്തോടെ അതിലേറെ ചെറിയൊരു പേടിയോടുകൂടി തലയാട്ടി കാട്ടുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ചിരി പൊട്ടിയെങ്കിലും മുഖം മുറുക്കി തന്നെ വെച്ചവൾ. പോയിട്ട് വരാം. അത്രയും പറഞ്ഞിട്ട് മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ കയറുമ്പോഴും സേവ്യറിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവനും. മുറിയിലേക്ക് കയറിയപ്പോഴേ രൂക്ഷബന്ധമാണ് അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്തത്. ഇങ്ങോട്ടേക്ക് വാടി. മേശയിലിരിക്കുന്ന ഗ്ലാസ് തുടരെ തുടരെ നിറക്കപ്പെടുന്നതും കാലിയാകുന്നതും അവൾ കുറച്ചു നേരം നോക്കി നിന്നു. ദേ വരുന്നിച്ചായ. ഉള്ളിലുള്ള പേടിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയോടുകൂടി അയാൾക്കരിയിലേക്ക് കാലുകൾ നീട്ടി. നീ അങ്ങ് ഭയങ്കര ഇതായല്ലോ. ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അയാളുടെ കണ്ണുകളാൽ അളവ് കുറച്ചു. ശരീരം പുഴുവരിക്കുന്നത് പോലെ തോന്നിയെങ്കിലും ആ പാവം കടിച്ചു പിടിച്ചു. ഇങ്ങോട്ട് വന്നിരിക്കടി. കസേരയിലിരിക്കുകയായിരുന്ന സേവ്യർ അയാളുടെ വലത്തെ തുട ചൂണ്ടിക്കാട്ടി ആക്രോശിച്ചു. തകൃതിയിലിരിക്കുന്ന ഹൃദയത്തെ ഒരു വിധത്തിൽ അടക്കി പിടിച്ചുകൊണ്ട് എമി അയാളെ അനുസരിച്ചു. ഇച്ചായ. ഇടുപ്പിൽ നിന്നും സ്ലിറ്റിനുള്ളിലേക്ക് അകത്തേക്ക് കയറിയ ആ വലങ്കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. പെണ്ണ് കടിച്ചമർത്തിക്കൊണ്ട് കണ്ണിൽ തിരി തെളിയിച്ചു. ആദ്യമായിട്ടായിരുന്നു സേവിയറിന് ഈ ഒരു അനുഭവം. അയാൾ എമിയെ വീണ്ടും വീണ്ടും ഇറുക്കപ്പുണർന്നു. കഴുത്തിലൂടെ ആർത്തിയോടെ ഇഴയുന്ന അയാളുടെ ചുണ്ടുകൾ. ഇച്ചായ. അവൾ വീണ്ടും വിളിച്ചു. എന്താടി മോളെ? ഇടയിൽ തടസ്സം വന്നതിൻ്റെ ഈർഷ്യയിൽ സീവൻ്റെ വായിൽ നിന്നും ഒരു പുഴുത്തത് പുറത്തേക്ക് ചാടി. എമി കണ്ണുകൾ ഇറുക്കി അടച്ചു. കുടിക്കിച്ചായ. മേശമേലിരുന്ന് നിറഞ്ഞ ഗ്ലാസ് എടുത്ത് അയാളുടെ ചുണ്ടുകൾക്കിടയിലേക്ക് എമി വെച്ചു കൊടുത്തു. അവളുടെ ഗ്ലാസ് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ അല്പാൽപമായി നുകർന്നു. കാലിയായ ഗ്ലാസുകൾ പിന്നെയും പിന്നെയും എമി നിറച്ചുകൊണ്ടിരുന്നു. അയാളത് നുണഞ്ഞുകൊണ്ടും. കിടക്കായിച്ചായ. അയാളുടെ ദേഹത്തേക്ക് ശരീരം ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് അവൾ പുലമ്പി. ബോധമില്ലാത്ത സേവ്യർ ഒന്ന് മൂളി. പതിയെ. അയാളെ ഒരുവിധം ബെഡിലേക്ക് മറച്ചിട്ടിട്ട് അവൾ ഒന്നുകൂടി അയാളുടെ ദേഹത്തേക്ക് അമർന്നു. എന്തൊക്കെയോ ചെയ്യുവാനായി നീണ്ട സേവ്യറിൻ്റെ കൈകൾ
ലഹരിയിൽ പിന്തിരിയപ്പെട്ടു. കൂർക്കത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിലായപ്പോൾ അവൾ ഒരു പുച്ഛത്തോടെ ഭർത്താവിനെ നോക്കി. ഉറങ്ങടോ, നല്ലോണം ഉറങ്ങ്. നിനക്കുള്ള കുരുക്കുകയർ എൻ്റെ കൈകൊണ്ടായിരിക്കും. എൻ്റെ ജീവിതം നശിപ്പിച്ചേന് അനുഭവിപ്പിക്കും ഞാൻ. അനുഭവിപ്പിച്ചിട്ടേ പോകൂ. അവൾ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു, ഒരു ഭ്രാന്തിയെപ്പോലെ. ഇതൊന്നും അറിയാതെ താഴത്തെ മുറിയിൽ രാത്രിയിൽ എമിക്കൊപ്പമുള്ള രാവ് കിനാവ് കണ്ടു കിടക്കുകയായിരുന്നു ഐസക്. അപ്പോൾ